കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകളേ, നീ മാന്യനായിടുവാൻ. മകനേ മകളേ, നീ മാന്യനായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. അതെ, നിനക്ക് വേണ്ടി നിന്റെ ദൈവം ഒരു മനുഷ്യനെന്ന് തോന്നാത്ത വിധം അത്രയധികമായി മുറിവേൽപ്പിക്കപ്പെട്ട്. യേശയ്യാ പ്രവാചകൻ നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്. യേശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 14-15 വചനങ്ങൾ പ്രകാരം പറയുകയെ, അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട നമ്മുടെ ഈശോ ഇന്നിതാ ഈ തിരുവോസ്തിയിൽ നമ്മുടെ അരികിലേക്ക് വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്കൊന്ന് നോക്കുക. നമുക്ക് വേണ്ടി ക്ഷതങ്ങളേറ്റ, മുറിവേറ്റ നല്ല ഈശോ ഒരു ഗോതമ്പ് എപ്രകാരമാണോ അത് പൊടിയാൻ വേണ്ടി ചക്കിലിട്ട് ചതയ്ക്കുന്നത്, അതുപോലെ തൻ്റെ ശരീരത്തെ മുറിയാൻ വിട്ടുകൊടുത്ത് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്കോരോരുത്തർക്കും വേണ്ടി നല്ല ഈശോ പീഡകൾ സഹിച്ച് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഒരു കൊച്ചു ഗോതമ്പൊപ്പമായി ഇതാ നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ നമുക്ക് ആരാധിക്കാം, അവിടുത്തോട് ചേർന്ന് നമുക്കിരിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും നിരാശപ്പെടലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം വരുമ്പോൾ
ഈശോയോട് നമ്മൾ ചോദിക്കുന്നില്ല, ഈശോയെ നീയും എന്നെ ഉപേക്ഷിച്ചോ, നീയും എന്നെ കൈവിട്ടോ? എന്നാൽ ഈശോ നമ്മളോട് പറയുകയാണ്, പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടിയാണ്, നിന്റെ ഭാരങ്ങളാണ് ഞാൻ വഹിച്ചത്, നിന്റെ രോഗങ്ങളാണ് ഞാൻ എൻ്റെ ശരീരത്തിലേറ്റത്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ മുറിഞ്ഞത്. നീ എൻ്റെ പൊന്നോമനയല്ലേ, നീ എനിക്ക് പ്രിയപ്പെട്ടവളല്ലേ, പ്രിയപ്പെട്ടവനല്ലേ, നീ എൻ്റെ കുഞ്ഞല്ലേ. ഈശോ നമ്മളെ നോക്കി സാന്ത്വനത്തോടെ സ്നേഹത്തോടെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും ഏറ്റെടുക്കുവാൻ തയ്യാറായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈശോയുടെ മുമ്പിലേക്കൊന്ന് സമർപ്പിക്കുക. ഇപ്പോൾ നീ കടന്നു പോകുന്ന നിൻ്റെ അവസ്ഥ ഒരുപക്ഷെ ഞെരുക്കപ്പെടലിൻ്റെ ആയിരിക്കാം, വേദനയുടേതായിരിക്കാം, ആകുലതയുടേതായിരിക്കാം, ഒറ്റപ്പെടലിൻ്റേതായിരിക്കാം, ചെയ്യാത്ത തെറ്റിന് ഒറ്റപ്പെടുത്തിയവരായിരിക്കാം, ചെയ്യാത്ത തെറ്റിന് നീ വേദനിക്കപ്പെടുന്നുണ്ടായിരിക്കാം. കുഞ്ഞേ, നിനക്ക് വേണ്ടി നിന്റെ ഈശോ ഇതെല്ലാം സഹിച്ചതാണ്. തൻ്റെ പ്രിയപ്പെട്ടവരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ വേദന ഈശോ അനുഭവിച്ചവനാണ്. ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥ ഈശോ അനുഭവിച്ചവനാണ്. ഒന്നുമില്ലാതെ കാലിത്തൊഴുത്തിൽ പിറന്നവനാണ്. നിന്റെ ഏതവസ്ഥയും മനസ്സിലാക്കുവാൻ ആ ഈശോയ്ക്ക് സാധിക്കും. ഒന്ന് വിട്ടുകൊടുത്തേ, നിന്റെ ജീവിതത്തെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിച്ചേ, നിന്റെ ഭാരങ്ങളെ ഈശോയ്ക്ക് ഒന്ന് വിട്ടുകൊടുത്തേ. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ ദുഃഖത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ, എൻ്റെ മുറിപ്പാടിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ, എൻ്റെ ആകുലതയിലേക്ക് ഈശോയെ അങ്ങൊന്ന് കടന്നു വരണമേ. ഈശോയെ ഒന്ന് വിളിച്ചേ. നിൻ്റെ വിളി കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമാവിടുന്ന്. എൻ്റെ കുഞ്ഞ് എന്നെ വിളിക്കുന്നത് കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഒരപ്പനാണ് അവിടുന്ന്. വിട്ടുകൊടുക്കുക ഈശോയ്ക്ക്. നിൻ്റെ തകർച്ചകളും ഭാരങ്ങളും ആകുലതകളും ദുഃഖങ്ങളും ജോലി ഭാരങ്ങളും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ നിൻ്റെ അരികിലേക്ക് കടന്നു വരട്ടെ. നിൻ്റെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുക്കട്ടെ. നിൻ്റെ കുറവുകളെ നിറവുകളാക്കി അവിടുന്ന് മാറ്റട്ടെ. നിന്നെ ആരും മനസ്സിലാക്കാനില്ലാത്ത അവസ്ഥയിൽ ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഈശോ നിന്നെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിൻ്റെ ജീവിതത്തിൽ നിറയട്ടെ. പ്രിയ ദൈവപൈതലേ, ആർക്കും വേണ്ടെങ്കിലും ഈശോയ്ക്ക് നിന്നെ വേണം. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നിൻ്റെ കൂടെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏതാവശ്യങ്ങളിലും നിനക്ക് സഹായിയായി കൂടെ നിൽക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ മടിയിലിരുന്ന് തൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ ഈ നിമിഷം ഈശോയുടെ മുമ്പിലൊന്ന് വിട്ടുകൊടുത്ത് ഈശോയുടെ മടിയിലൊന്നിരുന്നിട്ട് ഈശോയോട് ചോദിച്ച്, ഈശോയെ, എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ വേദനകൾ ഇതൊക്കെയാണ്, എൻ്റെ ദുഃഖങ്ങൾ ഇതൊക്കെയാണ്. ഈശോയോട് നീ ഒന്ന് പറഞ്ഞേ. ഈശോ നിൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും. ഈശോ നിൻ്റെ ജീവിതത്തെ തൊടും. ഈശോ നിൻ്റെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തും. ഈശോ നിനക്ക് വിടുതൽ നൽകും. മറ്റാരേക്കാളും നിന്നെ മനസ്സിലാക്കുന്ന നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഇരിക്കുവാൻ, നിന്നെ കരുതുവാൻ, നിന്നെ തലോടുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ തോളത്തെടുക്കുവാൻ, നെഞ്ചോട് ചേർക്കുവാൻ ആഗ്രഹിച്ച് നിൻ്റെ മുൻപിലായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്കൊന്നു ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.